ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ ഓർത്തു. കാരണം ലൈവ് കയറിയപ്പോൾ എന്നോട് കുറേ വീഡിയോ ഐഡിയാസ് പറഞ്ഞതാണ് ഷോപ്പിംഗ് വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞു, ലൈവ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. ഞാൻ ഓർത്ത് ആരെ പേടിക്കാൻ, ചെയ്യാം, വൈ നോട്ട്. അപ്പോൾ ഇന്ന് എവിടെയൊക്കെ പോകും, എന്തൊക്കെ വാങ്ങിക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് സ്ഥലങ്ങൾ പോകാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമൃത, അവളും ജോയിൻ ചെയ്യാം, അവൾക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. സോ ഞങ്ങൾ ഗൺവാർഫിലോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് എനിക്ക് ടൈമർക്കി പോകണം എന്നുണ്ട്, പക്ഷേ രണ്ടും കൂടെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഈ റോവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. ലൈക്ക് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് സാധനം മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ അമൃതയെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കയറി. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. സാറ്റനുള്ളവർക്കൊക്കെ അറിയായിരിക്കും. കാരണം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും, ത്രിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ. ഈ ഫ്രോക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ മേടിക്കില്ല. കാരണം ഞാൻ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ അമൃത എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പ്ലീസ്. വഴിയിൽ നിന്ന് കിട്ടിയതല്ല, അവൾ റെഡിയായിട്ട് വന്നതാണ്. ഞങ്ങളങ്ങനെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൽ എത്തി. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സുണ്ട്. സോ ആ ബസ്സിൽ കയറി വേണം ഞങ്ങൾക്ക് പോകാൻ. ഈ ബസ്സിന് വെയിറ്റ് ചെയ്യണം. ബസ് വന്നിട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി സ്റ്റോപ്പിൽ ഇറങ്ങും. അവിടെ നിന്ന് 10 മിനിറ്റുള്ള ഗൺവാർഫിലോട്ട് നടക്കാൻ. ഫസ്റ്റ് പോകുന്നത് ഗൺവാർഫ് കേസിലോട്ടാണ്. ഞങ്ങളിങ്ങനെ ഓരോ ഔട്ട്ലെറ്റായിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. തീരുമാനിച്ചില്ല എവിടെ നിന്ന് സാധനം മേടിക്കണമെന്ന്. എന്തെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു പെർഫ്യൂം സ്റ്റോറിലൊക്കെ കയറി, അതും അത്രയ്ക്ക് അടിച്ച് നോക്കി, പക്ഷേ അത്ര പോരാ. അല്ല, അപ്പോൾ അത് വാങ്ങിക്കാൻ പ്ലാനില്ല. എന്തായാലും നോക്കുന്നുണ്ട്, നോക്കട്ടെ. എന്തെങ്കിലും നല്ലതായിട്ട് കണ്ടാൽ കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയുണ്ട് ഗൈസ്, പക്ഷേ ഞാൻ വാങ്ങൂല. റേറ്റ് നോക്കൂ, റേറ്റ് ഈ 42 പൗണ്ട്സിൻ്റെയാണ് ഈ ഷൂസ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമല്ലേ. നല്ല ഞങ്ങൾക്ക് കുറച്ച് പെർഫ്യൂംസ് സ്പ്രേ ചെയ്ത് നോക്കാൻ തന്നിട്ടുണ്ട്. അത് എനിക്കൊന്നും ഇഷ്ടമായില്ല. നമുക്ക് നോക്കാം. സംഭവം ഇവരുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവർ കുറച്ച് ഫ്രണ്ട്സ് ചേർത്ത് കുറച്ച് ഗിഫ്റ്റ്സ് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം നോക്കാൻ ഇറങ്ങിയത്. എല്ലാം ഒരു അവിഞ്ഞാണ് വീട്ടിൽ. ഇവർ ഞങ്ങൾ പറഞ്ഞ് ഇവർ സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളോടൊന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾ സൂപ്പർ ഡ്രൈയിലേക്ക് കയറി ഗൈസ്. വിമൻസ് അപ്സ്റ്റേഴ്സ് ആണ്. അമൃത ഹാപ്പിയാണ് ഗൈസ്. അവൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ ഹാപ്പിനെസ്. ഞാനാണെങ്കിൽ മിക്കവാറും ഒരു ഷൂ എടുക്കും. എനിക്ക് ഒരെണ്ണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനേക്കാൾ നല്ലതുണ്ടോ എന്നാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ എന്നെ നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ വീടെടുക്കാൻ നിർത്തൂല. നീയും വീഡിയോ എടുക്കണ? ഋതു വന്നു ഗൈസ്. ഫൈനലി റീച്ച്ഡ്. ഋതു എത്തി ഗൈസ്. കുറേ നേരം കൊണ്ട് വഴി തെറ്റി എവിടെയോ നടന്നിട്ട് തിരിച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. അമൃത അങ്ങനെ ഇപ്പോൾ ഷൂസും മേടിച്ച് ഇതാ വരുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഫൈനലി നേരത്തെ കണ്ട ഷൂ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതല്ലേ അല്ലേ? അതൊക്കെ ഞാൻ കാണിച്ചില്ല ഷൂ. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാനങ്ങനെ വാങ്ങാറില്ല. 42 പൗണ്ട്സ് എന്നാണ് കാണിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുമെന്നും കൂടെ നോക്കണം. ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ മേടിച്ചു. I told you now. Oh, you're doing this again and again. അയ്യോ,
സംഭവം ഓൾറെഡി ഒരു 50% ഓഫറിൽ കിടന്നു. എന്നിട്ട് 42 പൗണ്ട്സ് ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഇപ്പം സെയിൽസിലുള്ളവരില്ല, അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഉണ്ട്, മാറ്റണോ. പക്ഷേ എനിക്ക് ആ ഷൂസെല്ലാം ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എടുത്ത്. അമൃതയ്ക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ദേഷ്യം വരുന്നത് ഗൈസ്, കാരണം ഞാൻ ഋതു ഫോൺ നോക്കി കുറിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് എന്തുവാടി ഇവക്കൊരു ചാനലുണ്ട്, അതാണ് വേറെ കോമഡി. അവൾ അത് ആക്റ്റീവ് ആക്കാൻ നിൽക്കുകയാണ്. ഇതിന് ഡയലോഗ് അടിക്കണം. അയ്യോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നാന്തോസ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, പക്ഷേ അതിൻ്റെ മസാലാസ് ഞാൻ ഇറക്കി മേടിക്കാറുണ്ട്. മസാല മിക്സ് പെരി പെരിയൊക്കെ, അതൊക്കെ സെറ്റ് ടേസ്റ്റാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ നാന്തോസ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പോവുകയാണ് ഗൈസ് നാന്തോസിലോട്ട്. ഋതു ഉണ്ട് ഇവിടെ. ഞാൻ ഫോൺ താത്തിട്ടാണ് അവൾക്ക് ഫോൺ പൊക്കാൻ. കണ്ടോ അമൃത ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു ഗൈസ്. അമൃത എന്താണ് നീ ഗൈസ്? ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കുണ്ട്. ഞങ്ങളൊന്നിട്ട് ഒരു ടേബിളിലങ്ങ് ഇരുന്ന് കഴിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരാൾ വന്ന് ഞങ്ങളുടെ കൊണ്ട് ഇരുത്തണം. അത് അവരിപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയണം. നല്ല കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കൊള്ളാം, പക്ഷെ അകത്ത് നോക്കിയാൽ ഒന്നും കൊള്ളൂല. അയ്യോ. നമ്മളപ്പോൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല രീതിക്ക് പൊട്ടി. ഇനിയിപ്പോൾ അത് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ആംബിയൻസ് ശരിക്കും കൊള്ളാം. ഇതാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത ബർഗർ. സെയിം തന്നെയാണ് അമൃത ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഋതു ഓർഡർ ചെയ്ത ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്. എൻ്റെ പൊന്നോ, കൊള്ളായിരിക്കണം. നോക്കട്ടെ. ഈ വാങ്ങിച്ച ബർഗറും ഫ്രൈസും എല്ലാം എക്സ്ട്രാ ഹോട്ട് സ്പൈസി ഉള്ളതാണ്. അങ്ങനത്തെ ഒരു നോക്കിയാണ് എടുത്തത്. അത് ഞാൻ അവരോട് പറയാൻ പറഞ്ഞു. ഇനി കഴിച്ച് നോക്കുമ്പോൾ അവർ മിക്കവാറും ഞാൻ നിങ്ങൾക്ക് കാണാം. തിരിച്ചവരും ചോദിക്കാം, കഴിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം എങ്ങനെ ഉണ്ടോ. ഞാൻ എക്സ്ട്രാ സ്പൈസാണ് കൊടുത്തത്. കാരണം ഇവിടുത്തെ സ്പൈസൊക്കെ എല്ലാം സ്പൈസി എന്ന് പറഞ്ഞത് പോലും മൈൻഡാണ്. അങ്ങനെ ഫുഡ് നല്ലായിരുന്നു ഗൈസ്. ഫുഡ് കൊള്ളാം. ഞങ്ങളങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. ഇനി വീട്ടിലോട്ടാണ് ഞാൻ തീരുമാനിച്ചില്ല, എങ്ങോട്ടെങ്കിലൊക്കെ പോകും ഇപ്പോൾ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർന്നു ഷോപ്പിംഗ് കഥ. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ. ഒരു ബൈ പറയൂ. നിന്നത് പ്രത്യേകം പറയണോ?